അതിങ്ങനെ വിചാരിച്ചു. ശുക്രാമപുത്രാരിമുഖം രാമപുത്രാരി ഇന്ദ്രപുത്രനായിട്ടുള്ള ബാലിയുടെ ശത്രു ആര്? ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ ശരങ്ങള് ശുക്രാമപുത്രാരി ശിരിമുഖാനം. ആ ശരങ്ങള് ഇവിടെ എങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഇവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റൂ? സുഗ്രീവന്റെ ശൂലം കൊണ്ടുവരുന്നതാണ്. ഇനി അതല്ലെങ്കിൽ എന്ത് വേണം? ഇവിടെ വരുമൊന്നും വേണ്ട. ഇനി എവിടെയാണ് വാനരന്മാരെന്ന് അന്വേഷിക്കാൻ വേണ്ട. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അവിടെ നിന്നുകൊണ്ട് ശരണങ്ങൾ പ്രയോഗിക്കാം. എപ്പോഴാ പ്രയോഗിക്കാവോ അറിയില്ല. എന്നാൽ ആ ശരത്തിന്റെ വൈഭവം നല്ലോണം അറിഞ്ഞുണ്ടോ വാനരന്മാര്? എന്താ ലോകൈകവീരനായിട്ടുള്ള അവരുടെ സ്വാമി ബലി, ആ ഭാര്യയെ ഈ ഭഗവാൻ ഗ്രഹം കൂടി ശരം കൊണ്ടാണ് ലോകം മുഴുവൻ പിടിപ്പിടങ്ങനെ വളർത്തിക്കാൻ കഴിവുകൊണ്ടാണ്. എതിർക്കാൻ ആരുമില്ല ലോകത്ത്. അത്രയും വൈഭവത്തോടു കൂടിയിട്ടുള്ള ആ ഭാര്യയെ കൂടി ശരം കൊണ്ടാണ് നിർമ്മിച്ചു. ശുക്രാമപുത്ര അദ്ദേഹത്തിന്റെ ശരാണ് അല്ലേ? അപ്പോ അത്രയൊന്നും വൈഭവം എനിക്കില്ല. എല്ലാവർക്കും വാനരന്മാർക്ക് അറിയാം. ആ നിലയ്ക്ക് അദ്ദേഹത്തെ ഒരു ശരം കൊണ്ട് നിഗ്രഹിച്ചെങ്കിൽ നമ്മുടെ കഥയ്ക്ക് ഒരു ശരമൊന്നും വേണ്ട. ശരത്തിന്റെ ചെറിയ ശരായിരുന്നു അദ്ദേഹത്തിന്റെ ശരം. അയ്യോ എപ്പോഴാ പ്രയോഗിക്കാവോ എന്താണാവോ എന്ന് വിചാരിച്ചിട്ട് ഈ വാനരന്മാര് സ്വതവേ തന്നെ അവാമുഖ എന്നാൽ ഇപ്പൊ സമാധാനായില്ലേ? ഇപ്പൊ അതില്ല. എന്താണ്ടായേ? എങ്ങനെയുള്ളത്? അപാരസ്യ കടക്കാൻ പറ്റാത്തത്. സമുദ്രം ഇവിടെ കടക്കണ്ടേ? അതിക്രമിക്കാൻ സാധിക്കാതെ കൊണ്ടുള്ള സമുദ്രം 100 യോജന വിസ്താരാണ്. ഇതെങ്ങനെ കടക്കും? കടന്ന് അവിടെ പോയാൽ സീതയെ കാണാന്ന് പറയുന്നുണ്ട്. കണ്ട് കടക്കാൻ പറ്റട്ടെ? എന്ത് വേണം? എന്താ പറ്റിയ സമുദ്രം കടക്കാൻ? എവിടെ പറഞ്ഞ സമ്പാദ്യം വന്ന് പറഞ്ഞത് ഈ സമുദ്രം കടന്ന് എന്നാൽ സീതയെ കാണാം. എങ്ങനെ കടക്കും? എങ്ങനെയാണ് സമുദ്രം അവിടെ കിടക്കുക എന്ന് വിചാരിച്ചപ്പോ വധിക്കാനായിക്കൊണ്ടും അവാമുഖായി ഒന്നും പറയാനും കഴിയില്ല. ഇതുവരെ കൊണ്ടൊന്നും പറഞ്ഞിരുന്നു അല്ലേ? വാനരന്മാരൊക്കെ എന്താണോ ഒരു